14th verse. Devadija Guru Pratnya Pujanam Saujamatravam Brahmacharyam Ahimsacha Chariram Tava Uchade. Translation purport by Srila Prabhupada Ki Jai. Authority of the body consists in worship of the Supreme Lord, the Brahmanas, the spiritual master, and superiors like the father and mother, and in cleanliness, simplicity, celibacy, and non-violence. The Supreme Godhead here explains different kinds of austerity. Purport by Srila Prabhupada Ki Jai. Supreme Godhead here explains different kinds of austerity and penance. First, he explains the austerities and penances practiced by the body. One should offer or learn to offer respect to God or to the demigods, the perfect, qualified Brahmanas, and the spiritual master, and superiors like father, mother, or any person who is conversant with Vedic knowledge. They should be given proper respect. One should practice cleansing oneself externally and internally, and he should learn to become simple in behavior. He should not do anything which is not sanctioned by the spiritual injunctions. He should not indulge in sex outside of married life, for sex is sanctioned in the scripture only in marriage, not otherwise. This is called celibacy. These are penances and austerities as far as the body is concerned. പ്രഭുവിന് മലയാളത്തിൽ വായിക്കാം. മലയാളത്തിൽ വായിച്ചിട്ട് അതിന്റെ തർജ്ജമ എടുക്കാൻ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്രദ്ധാലു പുസ്തകങ്ങൾ ശ്ലോകം 14. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ശാരീരം തപ ഉച്യതേ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക്. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരിക തപസ്സെന്ന് പറയുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക്. ഇവിടെ ഭഗവാൻ വിവിധ തരം തപസ്സുകളുടെയും വ്രതങ്ങളെയും പറ്റി വിവരിക്കുന്നു. ആദ്യമായി ശാരീരികമായി തപസ് എന്തെന്ന് പറയുന്നു. ഈശ്വരനെയും മറ്റു ദേവന്മാരെയും വിശിഷ്ട ബ്രാഹ്മണരെയും ആധ്യാത്മിക ഗുരുവിനെയും മാതാപിതാക്കളെയും വേദജ്ഞാനമുള്ള ഏവരെയും ആരാധിക്കുക അഥവാ ആദരിക്കുവാൻ ശീലിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. അന്തരവും ബാഹ്യവുമായ ശുചിത്വം പാലിക്കണം. പെരുമാറ്റത്തിൽ ലാളിത്യം പുലർത്തണം. വേദവിഹിതമല്ലാത്ത ഒരു കർമ്മവും ചെയ്തുകൂടാ. വൈവാഹിക ജീവിതത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. വൈവാഹികമായ ലൈംഗിക ബന്ധം മാത്രമേ വേദം അംഗീകരിച്ചിട്ടുള്ളൂ. ഇതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഈ വിവേചനയാണ് ശാരീരികമായ തപശ്ചര്യകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ആദ്യം നമുക്ക് ഇവിടെ എന്താണ് തപസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ശ്ലോകത്തില് ശരീരം കൊണ്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന പല തപസ്യകളെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രഭുപാദര് നമുക്ക് പരിശീലിക്കാനായിട്ട്. അപ്പൊ ഓസ്റ്ററിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചില കഷ്ടതകൾ ഏറ്റെടുത്ത് ഒരു ഉയർന്ന ലക്ഷ്യത്തിന്, മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളാണ് തപസ്യ. ഫോർ എ ഹയർ പർപ്പസ് ഇൻ ലൈഫ് വി ആർ എക്സിക്യൂട്ടിങ് ഓസ്റ്ററിറ്റീസ്. ഈ ഹയർ ഗോൾ എന്ന് പറയുന്നത് പ്രേമഭക്തി, ഭഗവാനുള്ള പ്രേമം നമുക്ക് ഉണർത്താനും അത് അഡ്വാൻസ് ചെയ്ത് മുക്തിപദത്തോടു കൂടി നമുക്ക് ഭഗവാൻ ധാമത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള മാർഗങ്ങളാണ് ഈ തപസ്യ. അതാണ് ഓസ്റ്ററിറ്റീസ്. അത് നമ്മൾ 5ാം കാണ്ഡത്തില് 5ാം അധ്യായത്തിൽ നമുക്ക് ശുഭദേവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭരത് മഹാരാജന്റെ അച്ഛനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. തവോ ദിവ്യം പുത്രകായേന ശുദ്ധ്യതോ സത്യം. 5ാം കാണ്ഡത്തിൽ ശുഭദേവ് പറഞ്ഞു തരുന്നത്, മക്കളെ നിങ്ങൾ തപസ് ചെയ്യണം. ഓൾ ഓഫ് യു ഷുഡ് എക്സിക്യൂട്ട് ദ ഓസ്റ്ററിറ്റി തപസ്യ. മനുഷ്യജന്മം നമ്മള് മൃഗങ്ങളെ മാതിരി കഴിയാനുള്ളതല്ല. നമ്മുടെ വിവേകം ആലോചിച്ച് നമ്മൾക്ക് ശരീരത്തിനെ നമ്മൾ വേണ്ട പോലെ തപസ്യയിലൂടെ ശുദ്ധീകരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള നമ്മള് ഒരുക്കങ്ങളാണ് ഈ തപസ്യ.
അപ്പൊ അത് അനുഷ്ഠിച്ചേ അതിന്റെ ഒരു പ്രാധാന്യമാണ് നമുക്ക് ഋഷഭദേവ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് തപസ്യ. ഇനിയിപ്പോ ഈ ശ്ലോകത്തിലെ 14-ാമത്തെ ശ്ലോകത്തില് പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരുന്നത് ഗുരുപ്രജ്ഞ, അതായത് നമ്മള് ശാരീരികമായിട്ടുള്ള ഓബ്ജക്റ്റീവ്സ് കണ്ട് ഭഗവാനെ നമ്മള് സേവിക്കുന്ന അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ശാരീരിക കഷ്ടതകള്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് സമീപിക്കാൻ പറ്റില്ല, ശുചിത്വം ഇല്ല, നമ്മൾ കുളിച്ചേ പറ്റൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുളിക്കണം, ശുചിയായ വസ്ത്രം ധരിക്കണം, ടെമ്പിളാക്കാൻ നല്ല പോലെ ശുചി ചെയ്യണം, ഓൾട്ടർ നമുക്ക് നന്നായി ശുചി ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ശരീരം കൊണ്ട് ഭഗവാനെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ മന്ത്രങ്ങൾ പഠിച്ച് വശത്താക്കി അത് ചൊല്ലണം. ഇതൊക്കെയാണ് ഭഗവാനെ സേവിക്കുന്നതിന്റെ നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള തപസ്യ. പിന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ദേവന്മാരിൽ ദേവതകൾ കാരണമാണ് നമുക്ക് ഭൗതിക ലോകത്തിലത്തെ മാനേജേഴ്സ് ആണ് അവര്. അപ്പൊ അവര് നമ്മൾ കൃഷ്ണനോടാണ് നമ്മൾ സറണ്ടർ എങ്കിലും അവരെ നമ്മൾ ബഹുമാനിച്ച് അവർക്കും ഡ്യൂ റെസ്പെക്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് ഏറ്റവും പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ഏറ്റവും അധികം ആ കുഞ്ഞ് ബന്ധപ്പെടുന്നത് അച്ഛനും അമ്മയോടും കൂടി ആണ്. അപ്പോ കുഞ്ഞിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അച്ഛനമ്മമാരെടുത്ത് അവനെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം എല്ലാതും വേണ്ടത് ചെയ്യുന്നു. whatever is good for the children. അപ്പൊ അങ്ങനെയുള്ളപ്പോ കുട്ടികള് മാതാപിതാക്കളെ ബഹുമാനിച്ചേ പറ്റൂ. അത് നമ്മൾ കുട്ടികളെ ശീലിക്കണം. വേദകാലഘട്ടത്തിൽ ഇത് സ്വയമേ ഇതെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ താണ കാരണം ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളത് കുട്ടികളെയൊക്കെ ഇൻസ്റ്റീൽ ചെയ്യണം. നമ്മൾ ഇസ്കോണിൽ പലവരും ചെയ്യുന്നത് എനിക്കറിയാം. കുട്ടികളെയൊക്കെ എണീറ്റാ വീട്ടിലത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി കാലിലോട്ട് വന്നിക്കാൻ പഠിപ്പിക്കും. സോ ദാറ്റ് ആ സംസ്കാര ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്, ഒരുപാട് ബ്ലെസ്സിങ്സ് അവർക്ക് കിട്ടും. അറിഞ്ഞോ അറിയാതെയായിട്ട് കിട്ടുന്നതാണ് ഇതായിട്ട്. അപ്പൊ അത് കാരണം അത് ശീലിപ്പിക്കണം കുട്ടികളെ. പിന്നെ അതാണ് അച്ഛനും അമ്മയ്ക്കും വരുന്നത്. പിന്നെ സീനിയേഴ്സ് വേദജ്ഞാനമുള്ള കൂട്ടര് നമുക്ക് അവര് പല സേവനങ്ങളും അവർ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരായിട്ട് നമ്മൾ അവരെ ബഹുമാനിക്കണം, നമസ്കരിക്കണം. പിന്നെ സമൂഹത്തിലെ ബ്രാഹ്മണരാണ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത്, എങ്ങനെയാണ് സമൂഹത്തിനെ നയിക്കേണ്ടത്. അവര് വേദങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, വേദത്തിന്റെ സാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ബ്രാഹ്മണര്. അതുകൊണ്ട് അവരെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിച്ച് പൂജിക്കണം. പിന്നെ സ്പിരിച്വൽ മാസ്റ്റർ, അവർ ഓൺ സ്പിരിച്വൽ മാസ്റ്റർ ഗിവിംഗ് ദിശ തന്നിട്ട് നമ്മളെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ കൃപ ഇല്ലാതെ നമുക്ക് ഭഗവാന്റെ ഇഷ്ടം അനിഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും. എന്താണ് അനിഷ്ടം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിജക്ട് ചെയ്യാനും പറ്റും. ആ ഒരു പറഞ്ഞു തരുന്നത് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ നമുക്ക് കിട്ടണം. സ്പിരിച്വൽ മാസ്റ്ററിന്റെ ചാസ്റ്റൈസ്മെന്റ് ഒക്കെ നമുക്ക് നല്ലതാണ്. അത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ളതല്ല, നമ്മളെ ഇസ് കട്ടിങ് അവർ അറ്റാച്ച്മെന്റ്സ്. നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ്സ് കൂടെ നമ്മൾ ജനിച്ചിരിക്കണം. അത് സ്പിരിച്വൽ മാസ്റ്ററെ മേഴ്സിയോട് കട്ട് ചെയ്യുമ്പോഴാണ് ബിക്കമിങ് ഡിറ്റാച്ച്. അപ്പൊ അതുകൊണ്ട് സ്പിരിച്വൽ മാസ്റ്ററെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കണം. പിന്നെ നമ്മളുടെ ഇത്രയേ ഉള്ളൂ സീനിയേഴ്സിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്തേക്ക് ഓപ്പോസിറ്റ് ടു ദ ബോഡി ക്ലെൻലിനെസ്സിലേക്കാണ് കിടക്കുന്നത്. ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി അറ്റ്മോസ്റ്റ്. നമുക്ക് ക്ലെൻലിനെസ് ഇല്ലാണ്ട് ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലെസ് എന്ന് ബൈബിളിലും ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളിലും ക്ലെൻലിനെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ ഇതിൽ മാത്രമല്ല. കാരണം ഇറ്റ് അട്രാക്ട്സ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ലക്ഷ്മി ദേവി ഓൾസോ. എവിടെ ചുറ്റുമുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഇസ് ഓട്ടോമാറ്റിക്കലി പ്രസന്റ്. അപ്പൊ നമ്മള് ഈ ക്ലെൻലിനെസ് ഈസ് ഓഫ് ടു ടൈപ്സ്, എക്സ്റ്റേർണൽ ക്ലെൻലിനെസ് ആൻഡ് ഇന്റേർണൽ ക്ലെൻലിനെസ്. എക്സ്റ്റേർണൽ ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ we take our bath, wear clean clothes, keep our house clean, surroundings clean. This gives us a positive energy. ഒരു നല്ല സന്തോഷകരമായ ഒരു ശാന്തിപരമായ ഊർജം നമുക്ക് നൽകുന്നു. അപ്പൊ അത് നമ്മൾ ഭക്തന്മാരെ അത് നിർബന്ധമായിട്ടും പരിശീലിക്കണം. എവരിത്തിങ് ഷുഡ് ബി ക്ലീൻ. വിഷ്ണുവത്തിന്റെ കാര്യത്തില് അതും നമ്മുടെ തപസ്യയാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേ ടു പ്രാക്ടീസ് തപസ്യ, ഫോർ ഗോയിങ് ബാക്ക് ടു ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഒരു ജീവിതത്തിന്റെ രീതിയാണ് എല്ലാറ്റിലും ജീവിതത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് നിർബന്ധമായി നമ്മൾ പരിശീലിക്കണം. പ്രത്യേകിച്ച് ഭഗവാന്റെ പൂജാമുറിയും കിച്ചണൊക്കെ അബ്സല്യൂട്ട്ലി ക്ലീൻ. അത് കിച്ചന്റെ ഇതാണ് ഉടുപ്പുര പറയുന്നത് നമ്മള് കൃഷ്ണന്റെ. സോ ഇറ്റ് ഈസ് നോ ഡിഫറെന്റ് ഫ്രം ദ ഓൾട്ടർ. കിച്ചൺ ഷുഡ് ബി ആബ്സല്യൂട്ട്ലി ക്ലീൻ. എന്റെ സ്പിരിച്വൽ മാസ്റ്റർ ഓം പാസ് സോൻ മഹാരാജ് ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞത്, യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ കിച്ചൺ സ്റ്റാൻഡേർഡ്.
കീപ് ഇറ്റ് ഹൈ, യുവർ ഭക്തി ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ്. നിങ്ങളൊന്നും അതൊന്നും നല്ല absolutely clean the kitchen, you are automatically advancing in your spiritual life. So I try to follow it. വളരെ പറ്റാവുന്നമാരിപ്പം എനിക്ക് വയസ്സായെങ്കിൽ കൂടി. അപ്പൊ അതാ ഞാനൊരു I'm just sharing what I heard from my sister master instructed me so that it benefit everybody. അങ്ങനെ അതാ cleanliness. പിന്നെ mental cleanliness, this is all external cleanliness. mental cleanliness എന്ന് പറഞ്ഞാൽ is our own enemies are the നമുക്ക് wrathfulness, pride, greed, envy, ഇൻഫാക്ച്വേഷൻ ഇതൊക്കെ നമ്മുടെ ഹാർട്ടിലുണ്ട്. കാമക്രോധ മോഹ ലോഭ മത്സര്യ. അപ്പൊ ഇതിനെ നമുക്ക് എടുത്ത് കളയണം. അവിടെ കൃഷ്ണ പരമാത്മ സ്റ്റാൻഡിങ് തമ്പിന്റെ സൈസിലാണ് പരമാത്മ നമ്മുടെ ഇതിലുള്ളത്. ബട്ട് he cannot sit or anything. It's very unnatural because we are having all this material contamination. So അതിന് നമുക്ക് പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കുണ്ട്. ജപ ഇസ് വെരി ഫോഴ്സ്ഫുള്ളി, അത് വളരെ പവർഫുൾ ആണ്. ഇറ്റ് ക്ലെൻസ് ഓൾ മലിനീകരണം, ഇറ്റ് ടേക്സ് us near to God. പിന്നെ അതിന് പുറമെ ശാസ്ത്ര സ്റ്റഡി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പുസ്തകം വാങ്ങിച്ചേ പറ്റൂ, വായിക്കണം. ദിവസം 1 hour മോർണിംഗ് 1 hour ഈവനിങ് പറ്റിയാൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് മിനിമം ½ hour മോർണിംഗ് ഭാഗവതം, ഈവനിങ് ഭഗവത്ഗീത ആൻഡ് അതർ സ്മോൾ ബുക്സ് ഒക്കെ നമ്മൾ വായിച്ചേ പറ്റൂ. കാരണം വായനയിലൂടെയാണ് നമ്മുടെ സ്ട്രോങ് അടിസ്ഥാനം, നമ്മുടെ കൃഷ്ണാവബോധത്തിലേക്ക് അടിസ്ഥാനം വരുന്നത് വായനയിലൂടെയാണ്. അതറിയില്ലെങ്കിൽ വി ഡോണ്ട് നോ വൈ വി ആർ ഡൂയിങ് വാട്ട്. എന്തിനു ചെയ്യുന്ന അറിയാണ്ട് നമ്മളൊന്നും ശരിക്കും ചെയ്യില്ല. അതുകൊണ്ട് അത് നമ്മൾ പുസ്തകം വായിക്കണം, ശീലാക്കണം. അതിൽ നമുക്ക് ഇരിക്കുന്നത് ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്. കാരണം ഇത് വായിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്നത് നോട്ട് ഓൺലി ഹൃദയ നിർമ്മലീകരണത്തോടു കൂടി വി ആർ അസോസിയേറ്റിംഗ് വിത്ത് സ്പിരിച്വൽ വേൾഡിന്റെ സ്പിരിച്വൽ പേഴ്സണാലിറ്റീസും ഭഗവാനായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ തോട്ട്സ് ബിക്കം വെരി പ്യുവർ. When the thoughts are become for our words and everything will automatically will be from that higher standard. മനസ്സിലായിരിക്കും നമ്മൾ പെരുമാറുക. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ റീഡിങ് ഷുഡ് ബി നമ്മൾ ഉപേക്ഷിക്കരുത്, നെഗ്ലക്ട് ചെയ്യരുത്. ഡെയിലി വി ഷുഡ് ടേക്ക് സം ടൈം ടു റീഡ് ഇറ്റ്. അത്രയും പവർഫുൾ ആണ്. അതാണ് സിംപ്ലിസിറ്റി മീൻസ് ഇറ്റ് ഈസ് ലാളിത്യം. how simple you can live your life. നമുക്ക് സ്പിരിച്വൽ എക്സാമ്പിൾ തരാൻ ഷഡ്ഗോസ്വാമികളെ എടുക്കാം. അവരെല്ലാം സംയന്തന്മാരായിരുന്നു, വളരെ ധനികരായിരുന്നു. പക്ഷെ അബാൻഡൻഡ് എവറിത്തിങ്. അവര് വെറും മിനിമം ഡ്രസ്സസും അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്ലോറീസ് പറഞ്ഞിട്ടും അവർ ചെയ്ത സർവീസും they became very simple in their life. The more simple we have, the higher our thoughts and we get more time to practice Krishna consciousness. Simple എന്ന് പറഞ്ഞാൽ opposite of complicated life. We should not complicate our life by accumulating things materially. Materialists do that. They can do that because they have no other aim. കോമ്പറ്റീഷനും അവിടെ ഒന്ന് വാങ്ങി അവിടെ അതിനെക്കാട്ടിലും നല്ലത് ഞാനൊന്ന് ഇവിടെ വാങ്ങി വാങ്ങണം. We don't have for competition. We are going to live a simple life. For that, we get purified. We go closer and closer to Krishna. The simpler our life, the simpler our service. ഇപ്പോൾ എന്ത് വാങ്ങിയാലും we spend so much time maintaining it. So much ആ എനർജി ഇതൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ഡിവോട്ട് സർവീസിൽ കൊടുക്കാം. So we should not complicate our life by leading a പിന്നെ അതുമല്ല simple life means it is sense gratification, less sense gratification. We do not go after ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് ചുരുങ്ങും. നമുക്ക് വളരെ ആവശ്യമായത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ലൈഫിൽ. പിന്നെ സെലിബസി ഇറ്റ്സ് ഇൻ മാരീഡ് ലൈഫ് ഇറ്റ് ഈസ് ഓൺലി വിത്തിൻ ദ പാർട്ട്നേഴ്സ്. അല്ലാതെ ഇപ്പൊ നമ്മള് കേൾക്കുന്നതെല്ലാം നേരെ മറിച്ച ലിവിങ് ടുഗദർ, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ്, ഇങ്ങനത്തെ ഓരോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ ശാസ്ത്ര. ഇറ്റ്സ് എ സിൻ ഓൾസോ. It's not recommended, so it has its own bad consequences. Maybe not now immediately, but later on. So we should avoid all that. And in Prabhupada, നമുക്ക് ഒരു നല്ല സംസ്കാരം തന്നിട്ടുണ്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ. All men were advised to see the women as their own mother. സ്വന്തം മാതാരൂപത്തിൽ അമ്മയാണെന്ന് കണ്ട് except his own wife. That helps them to mentally എല്ലാവരും ശ്രീ അമ്മയാണ്, അമ്മയുടെ പ്രതിരൂപയെ കാണുമ്പോൾ the feels, thoughts ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക്. So we should cultivate. ഇതിൽ ഒന്നും that is easy. ഇതൊന്നും നമുക്ക് no efforts, no mercy, no learning. അപ്പൊ നമ്മൾ അതിന് കഷ്ടപ്പെടണം. നമ്മൾ ഇപ്പൊ ദാമോദര മാസം കഴിഞ്ഞു, നമ്മളിപ്പോ മനസ്സിലാക്കി how efforts and mercy comes. യശോദമാതയ്ക്ക് ദാമോദരനെ
കെട്ടാൻ പോട്ടെ, പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു കൃഷ്ണൻ മേഴ്സി കൊടുത്തില്ലെങ്കിൽ. കാരണം നമ്മള് ഇതിലിപ്പോ ഈ പഠിക്കുന്നത് എന്താ, നമ്മള് ഈ മുനിമാരൊക്കെ പന്താസ്തു കോടി ശതവത്സര സംപ്രഗമ്യോ വായുർ അതാപി മനസോ മുനി പുങ്കവാന സോവി അസ്തി എത്രപദസീംനി അവിചിന്യ തത്വേ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അപ്പോ പന്താസ്തു കോടി വർഷങ്ങൾ ഇവർ തപസ് ചെയ്തിട്ട് അവർക്ക് കൃഷ്ണന്റെ ഒരു നഖം പോലും മുനിമാർക്ക് കാണാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഈസ് ഈസിലി accessible. That depends upon our, to extent we are surrendered, we get his mercy and his presence we feel. യശോദാമാതയ്ക്ക് അങ്ങനത്തെ ഒരു ഗുഡ് ഫോർച്യൂൺ ആണ് വന്നത്. കൃഷ്ണനെ സ്വന്തം മകനായി കിട്ടി അവിടെ. അപ്പൊ അങ്ങനത്തെ മകനെ കെട്ടിയിടാനൊക്കെ എങ്ങനെ പറ്റും ഭഗവാന്? യശോദാമാത put the efforts and Krishna, seeing his her sincere efforts, he blessed her with the mercy required for her to tie him to the, അതാണ്ടായത്. അപ്പൊ സിമിലർ അത് നമ്മളിങ്ങനെ വായിച്ച് കളയുന്നതല്ല, നമ്മുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷന് പറ്റിയ ഏറ്റവും വലിയ ഒരു പോയിന്റ് ആണിത്. ഇൻ ഓൾ അവർ സർവീസ് when we put efforts, that whatever service that is blessed with Krishna's mercy, the efforts plus mercy goes. It may be very difficult. നമ്മൾ കരുതും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ഈ ഭഗവത്ഗീതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, സോ ഹൈയർ ഇറ്റ് ഈസ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീത തന്നെ, യു ഡോണ്ട് വറി, തേഷാം സദയുക്താനാം ഫലിതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തി. So Krishna is telling you, when you worship me with love and devotion, I give them the knowledge. അതായത് any illiterate can practice devotional service. വലിയ ജ്ഞാനിയൊന്നും ആവേണ്ട ആവശ്യമില്ല. Your heart should be simple, you have a loving disposition towards Krishna. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? കൃഷ്ണ is giving us the intelligence to do our practice properly and he is taking the response, taking us back to Godhead. അപ്പൊ നമ്മൾ പുസ്തകം പഠനം, ഇത്തരം ശ്ലോകങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ റിസൈറ്റ് ചെയ്യണം. എനിക്ക് ബുദ്ധിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമ്പോൾ we should remember this ശ്ലോക. Krishna is telling, he is guaranteeing that I will give you the intelligence. So we should trust on Krishna. അതാണ് ഇതിൽ പറയുന്നത്. സിലബസ് കഴിഞ്ഞു. വയലൻസ്. Now we come to violence. അഹിംസ. അഹിംസ എന്ന് പറഞ്ഞ എല്ലാ കൈൻഡ്നെസ് ആണ് അവിടെ. വി ഷുഡ് ബി വെരി കൈൻഡ്. നമ്മുടെ റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ 4 ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ തപസ്യയിൽ ഇപ്പോ ഏറ്റവും വരുന്നത് ഈ 4 റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിലാണ് നമ്മുടെ തപസ്യ. നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇലിസിറ്റ് സെക്സ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഗാംബ്ലിംഗ്. അപ്പൊ ഇത് ഫോളോ ചെയ്യാൻ നമുക്ക് കുറച്ച് തപസ്യ എടുക്കാനുണ്ട്. നമുക്ക് പ്രതികൂലമായിട്ട് തള്ളിക്കളയാം. ദാറ്റ് ഈസ് ദ ഓപ്ഷനിറ്റി. അത് ഫോളോ ചെയ്താൽ ആ ഹാർട്ട് ബിക്കംസ് പ്യൂർ, ബിക്കോസ് വി ആർ ഫോളോയിങ് കൃഷ്ണാസ് ഇൻസ്ട്രക്ഷൻ. നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെതായിട്ടുള്ള ബ്ലെസ്സിങ്സിന്റെ പാക്കറ്റ് ഉണ്ട്. വിത്ത് ദാറ്റ് ബ്ലെസ്സിങ്സ് വി ക്യാൻ ഗോ ഫോർവേഡ്. അത് നിലനിർത്താൻ ഈ സ്ക്രിപ്ചർ സ്റ്റഡി പ്ലസ് നാമജപ ഇത് രണ്ടും കമ്പൈൻഡ് ആകുമ്പോൾ ദീസ് തിങ്സ് ബിക്കം ഈസി ടു ഫോളോ. ദാറ്റ് ഷുഡ് ബി ഡൺ വെരി സ്ട്രിക്ട്ലി. പ്രഭുപാദ് പറഞ്ഞ പോയിന്റ്സ് വെൻ വി റീഡ് ഓർ വെൻ വി ഹിയർ, we should see what are the application point in this for me. നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ദാറ്റ് ഈസ് ദ ക്യാരി ഹോം പോയിന്റ്സ്. അത് നമ്മൾ മടി കൂടാണ്ട് നമ്മൾ പരിശീലിക്കണം. ദാറ്റ് ഈസ് ദ സക്സസ്. അല്ലാതെ നമ്മൾ എല്ലാവരും കേൾക്കും ഇതിൽ കൂടെ. പക്ഷെ നമ്മള് വി ഷുഡ് സീ ദാറ്റ് വി അപ്ലൈ സംതിങ് വാട്ട് വി ഹേർഡ്. നോട്ട്സ് എടുക്കുക. അതൊക്കെയാണ് നോട്ട്സ് എടുക്കുന്നത് മെയിന്. അന്തർവൈസ് നമ്മൾ ഇന്റർണലൈസ് ചെയ്യും വാട്ട് വി ആർ ഹേർഡ്. കുറച്ച് സമയം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോണ്ട് ഗോ ടു ഈ മെറ്റീരിയൽ കോൺഷ്യസ്നെസ്സിലേക്ക് ഉടനെ we should not go. We should internalize what we have heard, what we have read, so that will be able to apply in our life. അപ്പൊ വയലൻസ്, നോ കില്ലിങ് അനിമൽസിനെ ഒന്നും നമ്മൾ because we are killing for sense of pleasure of the tongue. അപ്പൊ that is prohibited. Violence. Then simplicity also, following what is in the scripture. നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ വാട്ട് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ, ഡു ദാറ്റ് ഓൺലി എന്ന് പറയുന്നത്. നൗ വി കം ടു വേഴ്സ് 50. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാദായ വ്യസനം ഉച്യതേ. സ്വാദായ വ്യസനം ചൈവ മായം താപ ഉച്യതേ. Austerity of speech consists of speaking words that are truthful, pleasing, beneficial, and not agitating to others, and also in regularly reciting Vedic literature. അപ്പൊ പറഞ്ഞു വരുന്നത്
You want to read in Malayalam? ശ്ലോകം 15. അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായം ചൈവ വാഗ്മയം തപ ഉച്യതേ. വിവർത്തനം ശ്രീലപ്രഭുപാദ്. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗം ഉണ്ടാകാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാഗ്മയമായ തപസ്. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദിക്കുക. മറ്റുള്ളവരുടെ മനസ്സിൽ വ്യാകുലത ഉണ്ടാക്കുന്ന വിധം സംസാരിക്കരുത്. ഗുരു സംസാരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതിനായി സത്യം പറയാം. എന്നാൽ അതേ ആചാര്യൻ തന്റെ ശിഷ്യന്മാരല്ലാത്തവരോട് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല. വാക്കിനെ സംബന്ധിച്ച് തപസ്യാണിത്. നിരർത്ഥകരായ സംഭാഷണം പാടില്ല. ആധ്യാത്മിക വൃത്തങ്ങളിലെ സംഭാഷണ വിഷയം വേദഗ്രന്ഥങ്ങളെ മുൻനിർത്തിയായിരിക്കണം. താൻ പറയുന്നതിന് ഉപരോക്തമായി ഉടനെ വൈദിക പ്രമാണങ്ങളിൽ നിന്നും ധരിക്കണം. അതേസമയം സംഭാഷണം ശ്രവണം സുഖപ്രദവുമായിരിക്കണം. അത്തരം ചർച്ചകൾ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യും എന്ന് മാത്രമല്ല, മനുഷ്യവർഗത്തിന്റെ ഉന്നതിക്ക് സഹായകവുമാവുകയും ചെയ്യും. വൈദിക സാഹിത്യം അളവറ്റതാണ്. അത് പഠിക്കുകയും വേണം. ഇതിനെയാണ് വാഗ്മയ സംബന്ധമായ തപസ് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ ഈ 15th വേഴ്സിൽ പറയുന്ന ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ച്, നമ്മളുടെ സംഭാഷണം അനുദ്വേവകരം വാക്യങ്ങള് വളരെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മൾക്ക് എന്തും എപ്പോഴും പറയാമെന്ന് പാടില്ല. ദർ ഈസ് എ വേ ഓഫ് സേയിങ് എവറിത്തിങ്. ഈവൻ ദ ട്രൂത്ത് ഇസ്, നമ്മൾ ട്രൂത്ത് പറയണ്ട എന്ന് പറയുന്നില്ല ഭഗവാൻ. ട്രൂത്ത് പറയണം, ബട്ട് ഇറ്റ് ഷുഡ് ബി പാലറ്റബിൾ. അത് അതിനെ നമ്മുടെ വാക്യങ്ങൾ അതിനനുസരിച്ച് രൂപപ്പെടുത്തി, അത് നമ്മൾക്ക് ഭയപ്പെടേണ്ട. കൃഷ്ണ വിൽ ഗീവ് ദ ഇന്റലിജൻസ് ഇഫ് യു സോ ഡിസയർ. മറ്റെല്ലാം നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രി അൺപ്ലസന്റ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ പറയുമ്പോൾ പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ അത് അത്ര വിഷമം സൃഷ്ടിക്കില്ല മനസ്സിൽ. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ വാട്ട് വി സ്പീക്ക് ആൻഡ് ഹൗ വി സ്പീക്ക് ആൻഡ് എവറിത്തിങ്. അത് മറ്റുള്ളവർക്ക് അജിറ്റേഷൻ, മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്, അവരുടെ വിഷമം കൂട്ടരുത്. നേരെ മറിച്ച് അവരെ കൂടുതൽ കൃഷ്ണനിലേക്ക് വരുവാനും അവരെ അകറ്റുകയല്ല. Bring them closer to Krishna, not away from. Don't take away from Krishna. Even though we may have differences, opinion, everything, we should say it and speak it in such a way that they understand it. It's it's very challenging, but we should practice it. അതുകൊണ്ടാണ് ഈ സ്ക്രിപ്ചർ സ്റ്റഡി നമ്മൾ നിർബന്ധമാക്കി ചെയ്യാം. സ്ക്രിപ്ചർ സ്റ്റഡി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഗിവ്സ് യു ഹയർ തോട്ട്സ്. ഹയർ ലെവലിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം ഭഗവാന്റെ വേർഡ്സും ഭഗവാന്റെ ഡിവോട്ടീസിന്റെ കാര്യങ്ങളും. അപ്പൊ that has the potential to clean our thoughts, മൈൻഡും വേർഡ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ് പ്രോപ്പർലി. അപ്പൊ അത് നമ്മുടെ ഡെയിലി റുട്ടീൻ ആവണം നമ്മൾ ശാസ്ത്ര സ്റ്റഡി എന്നുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ചെയ്യാൻ നമ്മളെ ചാസ്റ്റൈസ് ചെയ്യാൻ പറ്റും. കാരണം ഹീസ് എ ഗുരു. കറക്റ്റ്. So his chastisements, there is a motive for, we should also have a motive, not to hurt others. എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയും, അങ്ങനെ ടീറ്റ് ഫോർ. അതല്ല ഇവിടെ സ്പിരിച്വൽ ലൈഫില്. ലീവ് ഇറ്റ്. നമ്മൾക്ക് എങ്ങനെ പറയാം, ശരിക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. ആ രീതിയിൽ വേണം സംഭാഷണം. അതിനിപ്പോ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ നമ്മളെ ചാസ്റ്റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈസ് കട്ടിങ് അവർ അറ്റാച്ച്മെന്റ്സ് നമ്മൾക്കുള്ള, എന്നിട്ട് നമ്മളെ ചെറിയ രീതിക്ക് കൊണ്ടുവരും. അപ്പൊ വി ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ വാട്ട് യു ഹാവ് ഡൺ. സോ ദാറ്റ് ഈസ് എ മെർസി. ഭഗവാന്റെ മെർസി സ്പിരിച്വൽ മാസ്റ്ററോടെ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ഒന്നും നമ്മൾ വേണ്ട വയ്ക്കുകയോ ഒന്നും ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യില്ല. അൺലെസ് സം senior devotees or somebody corrects us and tell this is not that, you do it like that is the way I have seen been doing. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ യു ഷുഡ് വെൽക്കം ഇറ്റ്. ഇറ്റ്സ് ഗുഡ് ഫോർ അസ്. പിന്നെ നമുക്കിതിന് ഉദാഹരണം ഇപ്പൊ നമുക്ക് പറയാം. ദുര്യോധന ധൃതരാഷ്ട്ര ഈവൻ ആഫ്റ്റർ ഓൾ ഹിസ് സൺസ് ഡൈഡ്, 100 മക്കളും മരിച്ചു, എന്നിട്ട് പിന്നെ he does not want to give up any sense gratification. He was staying with പാണ്ഡവാസിന്റെ കൂടെ താമസിച്ചു. അപ്പൊ അവിടെ സുഖമായിട്ട് അവർ നോക്കണ്ടായിരുന്നു. because they were feeling they were responsible for his sorrow. ധൃതരാഷ്ട്രന്റെ വിഷമത്തിനൊക്കെ ഞങ്ങളാണ് കാരണം എന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരുത്തി. പക്ഷെ ധൃതരാഷ്ട്ര വാസ് നോട്ട് ഫീലിംഗ് എനിത്തിങ്. ഇങ്ങനെ അവിടെ താമസിക്കുന്നത് ശരി, എനിക്ക് പ്രായമായി, I should do something of some austerities. ആ സമയത്താണ് വിതുര, he had a very good relationship with Dhritarashtra. അപ്പൊ അതുകൊണ്ട് he could speak.
So അതും നമുക്കൊരു വലിയ പോയിന്റ് ആണ്. Who can speak to whom? If you have a good relation with the devotee, you can speak to him what is even unpleasant in a way so that he will take it. But if you don't have any relationship properly, and if you go and speak to him something of your own thought, that is should be avoided, because it will bring only more harm to both the speaker and for the hearer. So all that we should avoid in this authority of speech includes all അതൊക്കെ ഉണ്ട്. അപ്പൊ വിതുര വന്നിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ധൃതരാഷ്ട്രരെ, അല്ല നിങ്ങൾക്ക് ഇത് നാണയില്ലേ ഇവിടെ താമസിക്കാൻ, ഇനിയും കെട്ടി തൂങ്ങിയിട്ട് ഇത്രയും മക്കളൊക്കെ മരിച്ചു, അവർ കൊന്നത് ഇവരുടെ കയ്യിലാണ് മരിച്ചിരിക്കുന്നത്, പാണ്ഡവരുടെ ഇതുണ്ട്. എന്നിട്ട് ആ പാണ്ഡവരുടെ ഇതും സ്വീകരിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അത് പറഞ്ഞ് അങ്ങനെ ചീത്ത പറഞ്ഞ നിങ്ങൾ വരും എന്റെ കൂടെ കാട്ടില്, നിങ്ങൾ ഇനി വാനപ്രസ്ഥാസാണ് എന്ന് പറയുമ്പോൾ ദുര്യോധന ട്രൈ സംതിങ് ഇൻ സൈഡ് ധൃതരാഷ്ട്ര. അപ്പൊ ധൃതരാഷ്ട്ര എന്ത് ചെയ്യുന്നു? അന്നേ ദിവസം രാത്രി ആരോടും പറയാണ്ട് പറഞ്ഞാൽ മുടക്കുമെന്നാൽ മുടക്കെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ വനത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പദപ്രയോഗം ഒരു സ്പിരിച്വൽ മാസ്റ്ററുടെ പൊസിഷനിൽ നിന്നിട്ടാണ് വിതുര ചാസ്റ്റൈസ് ചെയ്യുന്നത് ധൃതരാഷ്ട്രയെ. അതുപോലെ നമ്മൾ ഒരു സ്പിരിച്വൽ എക്സാമ്പിൾ ഫോർ ദിസ് സ്പീച്ചസിന് വി ക്യാൻ സീ കൃഷ്ണ ഹിംസെൽഫ് ഇൻ ഭഗവത്ഗീത. അർജുന ഇത് ചെയ്യാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, he kept his weapons also. I'm not going to do anything. ആ ടൈമില് how Krishna motivates him to come to the proper mentality, duty bound and do his kshatriya dharma. He tells him, നോക്ക് അർജുന, നീ ഇങ്ങനെ എന്നെ ഭീരു എന്ന് പറയുന്ന ആൾക്കാർ നീ ഇവിടുന്ന് ഓടിപ്പോയാല് തന്നെ അത് ക്ഷത്രിയർക്ക് ഏറ്റവും മരണ തുല്യമാണ്, മരിക്കുന്ന തുല്യമാണ് ക്ഷത്രിയർക്ക് ഇങ്ങനെ അപമാനം കേൾക്കുന്നത്. സോ യു ഗെറ്റ് അപ്പ്, യു ആർ നോട്ട് കില്ലിങ്. പിന്നെ കൃഷ്ണൻ പറഞ്ഞും കൊടുക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ശരീരമല്ല ആത്മാവാണ്, ആരെയും കൊല്ലുന്നില്ല ആരും, ഓൺലി ദ ബോഡി ഈസ് ബീങ് അബാൻഡൻഡ് ഫോർ ദ നെക്സ്റ്റ് ലൈഫ്. ഇതൊക്കെ പറഞ്ഞ് അവിടെ കൃഷ്ണൻ അർജുനോട് ഉപയോഗിക്കുന്ന വാക്യങ്ങള് വി ഷുഡ് സ്മെൽ ഹൗ നൈസ്ലി ഹീസ് മോട്ടിവേറ്റിംഗ് ഹിം. അപ്പൊ അവർ സ്പീച്ച് അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കൃഷ്ണ അർജുന സംഭാഷണങ്ങൾ ഉണ്ടല്ലോ വെക്കുമ്പോൾ നമുക്ക് ആ തോട്ട്സ് വിൽ ക്രിയേറ്റ് എ റെവല്യൂഷൻ ഇൻ അവർ ഹാർട്ട്. നമുക്ക് നല്ല തോട്ട്സും അതുപോലെ പെരുമാറാനൊക്കെ ഒരു പ്രേരണ, ഇൻസ്പിറേഷൻ തരും. അതൊന്ന്. പിന്നെ നമ്മൾ അതുപോലെ കൃഷ്ണന്റെ കാളിന്തി നദിയിൽ നമ്മള് കാളിന്തി നദി മുഴുവൻ വിഷലിപ്തമാക്കും ആര്? കാളിയ. അപ്പൊ കൃഷ്ണന്റെ ഫ്രണ്ട്സിനും ഇറങ്ങാൻ പറ്റില്ല, നാട്ടുകാർക്കൊന്നും ജലത്തില് നദിയിൽ പുറങ്ങി ഒന്ന് കുളിക്കാനോ ഒന്നിനും പറ്റില്ല. ആ സമയത്താണ് കൃഷ്ണൻ വരുന്നത്. കൃഷ്ണൻ നമുക്കറിയാം, കൃഷ്ണൻ നൃത്തം ചെയ്യണു കാളിയെ സബ്ഡ്യൂയിങ്ങും അടിയറു പറയണു കാളിയ. അപ്പോ കൃഷ്ണൻ ഭാഗവത്തിൽ നമ്മൾ നോക്കണം, the words he is using to speaking, the way he speaks to Krishna, കൃഷ്ണനോട് പറയുന്നത് എന്താ? ശരി, വളരെ മൃദുലമായ ഭാഷയിലാണ്. we all will shout. കൃഷ്ണൻ പറയുന്നത്, കാളിയ നീ വേറൊരു സ്ഥലം തേടി, ഇവിടെ വേണ്ട ഉദ്ധരിക്കേണ്ട ഞങ്ങൾ വേറൊരു സ്ഥലം തേടി. So nicely he said, and it had effect, he left. അപ്പൊ അതുപോലെ നമ്മള് വാക്യങ്ങൾ എങ്ങനെ പറയണം, നമ്മൾ ചിരിക്കുന്നതൊക്കെ നമുക്ക് ഈ വേദഗ്രന്ഥങ്ങൾ പഠിച്ചാൽ നമുക്ക് തനത്താൻ. ബിക്കോസ് കൃഷ്ണ, ഇഫ് യു ടേക്ക് 1 step towards കൃഷ്ണ ടേക്സ് 100 steps towards us എന്നാണ്. 100 സ്റ്റെപ്പ് കൃഷ്ണൻ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് 100 steps എടുത്ത് വരുമ്പോ നമ്മൾക്ക് ഈ മാറ്റങ്ങളൊക്കെ, ഈ സ്റ്റഡീസ് നമ്മൾ പറയണ്ടല്ലോ. ഭഗവത്ഗീത കൃഷ്ണൻ പറയണ്ട്, ഇത് വായിച്ചു കഴിഞ്ഞാൽ യു ആർ ലിബറേറ്റ്. ദോസ് ഹു നോ മൈ ജന്മകർമ്മ ചമേ ദിവ്യം. അപ്പൊ അതിലത്തെ അറ്റ് ദ പൊട്ടൻസി ഓഫ് റീഡിങ് ഭഗവത്ഗീത യു ഡോണ്ട് ടേക്ക് ബർത്ത് അഗെയിൻ. അപ്പൊ അങ്ങനെ പൊട്ടൻസിയിൽ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. So we should be constantly in association with them. Whenever you get time, carry some small book in your bag, read it, go through it. Whenever you get 10 minutes, read some slokas, understand something, write something, share it. And sharing is very, very, when you share what you have read, that is once again confirmed in our heart. If you keep it for yourself, if you don't share it, we get more benefit, I'm telling, by sharing it with others. Appo angane we should lead a life of austerity. So it is meant for a higher aim to develop Krishna prema and increasing our tapasya. That is very important. Not that we don't observe anything. And നമ്മളിപ്പോ നന്നായി ഡ്രസ് ചെയ്ത് നോക്കിയിട്ട് പറയും, ഞങ്ങളൊക്കെ ആദ്യം എന്റെ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നതാണ്, ഞങ്ങളൊന്നും നന്നായി ഡ്രസ് ചെയ്ത്, ഞങ്ങൾക്ക് എന്താ രാവിലെ 4 മണിക്ക് മംഗളാരതി, പിന്നെ ചാൻഡിങ്, പിന്നെ നമുക്ക് ഭാഗവതം ക്ലാസ്. No time for taking, to get up at 3:30 we have to take bath. So you have to sleep by 8 o'clock.
and austerity. Evening back again worship. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞങ്ങളുടെ വെരി സ്ട്രിക്ട് ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ. അപ്പൊ അവിടെ ഞങ്ങളൊന്ന് കിട്ടിയ വസ്ത്രം ഇട്ടിട്ടൊക്കെ ഏർലിയർ ഐ ഹാഡ് ടു വെയർ മാച്ചിങ് ഡ്രസ് ഒക്കെ ആയിരുന്നു ഞാൻ ബിഫോർ കൃഷ്ണ. അതെല്ലാം വിട്ടു കിട്ടിയ കവർ അവർ ബോഡി, ദാറ്റ് വാസ് ദ എയിം. കുളിക്കാൻ പോവാ. അപ്പൊ അങ്ങനെ ആയപ്പോ ഞങ്ങളുടെ ഗുരു പറഞ്ഞു, ഞങ്ങൾ ഉടുപ്പിൽ പോയിരുന്നു, കുട്ടി ട്യൂഷനൊക്കെ പോകും. നോട്ടീസ് യുവർ ഓൾ ഡ്രസ്സിംഗ്, മാതാജി ഡ്രസ്സിംഗ് അപ്പ് ലൈക്ക് ദിസ്, നോബഡി വിൽ കം ടു കൃഷ്ണ. അത് കണ്ടാല് we are in the preaching line. Preaching line number, we should be little dressed up so that others don't feel we live like this. Initially, they don't. Then they come, they can learn, they can become like that. Initially, they will not be attracted. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ഡ്രസ് ചെയ്യാൻ തുടങ്ങി ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ്. This is thing so that others don't think as a already it is difficult for one person to come to Krishna consciousness. ISKCONിലേക്കൊക്കെ വന്ന് ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്. So we should not take them away from Krishna like these things. Don't get attached to it. അങ്ങനെ അപ്പൊ അതുപോലെ നമ്മളെല്ലാം പറഞ്ഞു തരാൻ നമുക്ക് പ്രഭുപാദരുണ്ട്. അപ്പൊ we should be very very thankful to Prabhupada that he taught us all this. ഈ ഡിസിപ്ലിൻ ആക്ഷൻസിലൂടെ നമുക്ക് പോവാം. സ്വയം nobody will discipline you. You have yourself to, that is called voluntary acceptance of austerities. Practice it, be perfect, and go back to God. Hare Krishna. That's all. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഒരു സംശയമാണ്. അതായത് നമ്മൾ പഠിക്കുന്നതും ഇതെല്ലാം ഇപ്പൊ കുട്ടികളാണെങ്കിൽ നമ്മളോട് പറയുന്ന പ്രത്യേകിച്ച് അഹിംസ, അതുകൂടാതെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈവൻ കോൺഗ്രിഗേഷനിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇതെല്ലാം കടന്നു വന്നിട്ട് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു ഭൗതിക തലത്തിൽ നിന്ന് മാറി വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു രീതി നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന പല സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവാം, എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ everybody is a different level of practice in Krishna consciousness. All are coming from different backgrounds. One may be coming from a very bad background, we don't have any culture. So it's not easy to get out of it that easily. Constant chanting, and many may not be even chanting the required number of rounds, also 16 rounds. So many things. When we come to the proper level of chanting, everything, then only these habits will get, so we cannot expect from them. The only thing is, those who are practicing, let them set an example for the others. That is the only thing we can do here. We can, because ISKCON is a temple where all are coming, all are practicing at a different level. Different level. The aim is to come to that. So those who are senior devotees, they should set an example. And others should be, these classes should be taught. Mainly, in every class, we should repeat the necessity of reading the scripture. That is the foundation of our Krishna consciousness. Other than autumn, because many of them are not reading. If you study, they don't have time, whatever the reason. We have to get up early, compulsory, we have to sleep early somehow. Special case, it is okay. When you get up early, things work. We can chant, we can read books, all this happens. Otherwise, they will have all are coming from different background, different character. The three gunas are working on them, Sattva, Rajas, Tamo. So unless they are, all of them are not taking any direct, nobody to guide them also. Guide them also for step by step. So some devotees can take that charge and teach them how to. All this means it will be easy. That is the reason we are finding this, as you said, Prabhu. Why others are all are coming. They may not be chanting so much, and they're not associating with the scripture. These are all recommended very strictly. Prabhupada said morning Bhagavatam, we should read evening Bhagavad Gita. How many do you think are doing it? Maybe only on Sunday when they come here, they are hearing something.
And also we can hear from the spiritual, so many motivated speakers are there in our, and also our spiritual master. Some hour we should spend. In our time, we should always keep the earphone. Walking also we should be hearing. And we had a Walkman at that time. 24 hours hearing. It is, we change. We don't, all the metal attachments are automatically cut off. So more time you spend on hearing and reading and chanting, the more we get purified and we come to the level you are expecting everybody to behave properly. Otherwise, those who are very cultured and those who are doing everything for day, set up a good example. Others will be, so these classes are meant for everybody. They should read books. Buy some books on the book table today itself. Those who are not having nectar of instruction is very, very important. It contains instructions on how to day-to-day life, nectar of devotion. Of course, Bhagavad Gita, Bhagavad, and finally, the Chaitanya Charitamrita, it's a postgraduate course. So we should spend some time on the scripture. That is the only way. That's what I was telling. When we associate with higher thoughts, all these things are flushed out of the mind. All these thoughts, and thoughts are clean, good speech, good actions all come. And we cannot blame the devotees who are coming here. They are at different level. We have to uplift them, whatever level they are, little higher, so that they also come to the required. After coming to ISKCON, the way we speak as section chief, the way we speak to others, we are much more calmness. But there are certain times in our daily life, we suddenly get our threshold level, we get crossed, and that sort of tendency sometimes occurs. How to overcome that? Here also the same thing. It's not like Rome is not built in a day. We don't achieve all these are all, first of all, understand all these are spiritual qualities. Just cultivate, wife used to tell cultivate the qualities. If it does not come that easily. So devotees means here they don't interfere with, they are not a hindrance for any of us sense gratification or anything here. So in house means we have some personal interest in them. So the thing is, there also, if you're reading scripture, Krishna has promised now. Krishna gives the intelligence how to behave. You prayed, one has to pray. Such problem as Prabhu said was facing, they should daily pray to Krishna. Let me speak nicely. Let me tolerance. All this comes actually by chanting and sitting round, more rounds if possible. By prayers we can gain lot of benefits, blessings from Krishna. Pray with sincere heart. Let me have friendly feelings towards everyone in your house members. We may not be having because of whatever the reason. So, because you are attached, you are getting angry with them, or we should cut your attachments. You should leave them to Krishna. Let Krishna guide them. Let me do my duty and my thing. So we are still attached. Like my Maharaj says, there was a man, he was going clinging to a tree, and he is telling, help, help, help. So, so the Krishna said, why you leave that tree? Well, he is holding to a tree and he's still asking for. So when we want to, we don't expect others to change. It's not possible. For them, you can help them by, let them also read, somehow trapping them to read Prabhupada books. One Mataji, I'm not mentioning name, one Mataji in our group, she was telling, her husband does not read anything, but she is not against following it. So what did they went for a tour. She took some Prabhupada books and kept it in their resort. And this man, he was reading those books. He has to spend some time. Something ended, he said. So similarly, we should give them an opportunity to read Prabhupada. Trap them. If they won't willingly do it, give them or say something. Trap them to read. That is all we can do. And we should think, I want to change it. We don't want to change them. Let them change if they, because you and I cannot change them. It requires the mercy. So instead we change, Krishna gives mercy, double mercy. This person is taking trouble to change himself, not others. And also give Krishna that burden. But we cannot do, Krishna, I feel all this, but I'm not acting on the plan because you won't like it. That should be our approach to Krishna. You won't like it, so I'm doing it. You are not getting defeated here with your near and dear one. You are telling Krishna doesn't like, so I won't do it because he doesn't like it.
You try, so you get more tolerance and patience and that way. You're already tolerant and patient, doctor. So you can cultivate like that. You can in the homes also. Krishna, please help. I want them also to enjoy Krishna conscious life. Whatever I have made, please bless them. You can pray like that. Give them prasadam. That is one of the best weapons in ISKCON. Give them who are chanting 16 rounds. They should cook those are good devotees. Their prasadam will work. Because they're only single-minded devotion they are offering to Krishna. Give them those weapons, it will automatically. So, and you have to, I am not the controller. He's the supreme controller. We don't try to control our people, be it wife or husband, children, anything. Krishna, he's the supreme controller. How can you control? So we can put our difficulties to such and things. Request Krishna for his mercy. Same time setting, when they see our change, they will ultimately, they'll lower down. This man has become so good. This woman has become so good. So that wonder that brings some, that is also association. The change that comes by devotees, by associating with you, they charya the manakundavari, they also get it. So that is the way. Hare Krishna. I think Krishna is helping me through Mataji's and Prabhuji's family also. Thank you. Hare Krishna. One question is that പാണ്ഡവരും രാധാറാണിയും തമ്മിൽ അവര് കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു. ബിക്കോസ് രാധ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും രണ്ടു കൂട്ടരും വളരെ പ്രിയപ്പെട്ടതാണ്. But no, difference, that is the internal energy of Krishna. Radharani is the internal Andrika Shaktiyana. These Pandavas are the Shishyan, disciples of Krishna and Dana, devotees. അപ്പോൾ അങ്ങനെ അത് കാണേണ്ടതായിട്ട് ഞാൻ വായിച്ചതായിട്ടില്ല. ഇൻ സം അവരുടെ ഭക്തി കൊണ്ട് they may have had darshan of Radharani. Radharani is in a superior position. നമുക്ക് ആർക്കും അങ്ങനെ കാണാനോ അതൊന്നും, we don't even mention her name. It is that she is that high. We don't have, only on Radharani's appearance we speak something, the permission of our spiritual master. She is that high, we cannot compare. She is the most exalted devotee. So it's not easy to see her. Only Shat Goswamis, they have had some. They are Manjaris of Radharani. So in that way, they have had some connection. I don't think Pandavas and all. I don't remember. I will check it. Maybe I have your number. I will WhatsApp to you if I have. I think they were, I will share it with you. they are together, But Radharani was not there in anywhere that. away from that route, that is they are Jagannath Yatra. Jagannath, Puri Yatra. ശ്രീകൃഷ്ണ ഭഗവാനെ കുരുക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. Lakshmi. Lakshmi, not Radha. Lakshmi is our expansion of Radha. Thank you. Radharani very difficult to meet. Our devotion should be so pure and so. Even in our group, we were not given Radha Krishna deities to worship. That means high standard of devotion, and so we were all given Jagannath, Gaurnitai. Because Gaurnitai pardons all our mistakes, Jagannath also. None of us were given Radha Krishna because that requires high dedication, very pure. And if we make one mistake also, that will have a opposite effect on us in worshipping. Punctuality, like everything should be 100%. So we were not given. In Kali Yuga, they give only Jagannath deities, especially Gaurnitai. They remove all our attachments, Gaurnitai. Then Jagannath. For children, don't they give Jagannath? So I came to get Jagannath deities. Hare Krishna, whether സംശയം ആക്കിയിട്ടുണ്ടോ? Comments or സംശയം രാധാശക്തി മാതാ. ഇതുവരെ നമുക്ക് നല്ല ക്ലാസ് എടുത്ത ഗുണമാല ദേവിദാസി മാതാജിക്ക് ഫാമിലിക്ക് വേണ്ടി 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.